ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അതെ, ഇന്ന് പറയാൻ വന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടുകളിൽ എന്താ പറയുക, ഒരുപാട് പൂരങ്ങളും പള്ളിപ്പെരുന്നാളും പിന്നെ മറ്റ് അനവധി സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി കാലങ്ങളിലോ അതോ പകലായിക്കോട്ടെ, ഈ റോഡ് സൈഡിനോട് ചേർന്നിട്ട് പടക്കങ്ങൾ പൊട്ടിക്കുന്ന വ്യക്തികളോട് പ്രത്യേകം പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി വണ്ടിയും കൊണ്ട് പോകുമ്പോൾ അത് ബൈക്കായിക്കോട്ടെ, കാറായിക്കോട്ടെ, ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ അടുത്ത് നിന്ന് പടക്കം പൊട്ടിക്കുകയാണെങ്കിൽ എന്തായാലും അവൻ്റെ ശ്രദ്ധ പാളിപ്പോവും. പ്രത്യേകിച്ച് ബൈക്കാണെങ്കിൽ എന്തെങ്കിലും കയ്യിൽ നിന്ന് തെന്നി പോവുക, എന്തെങ്കിലും സംഭവിക്കും. നിങ്ങൾ ഈ പത്രങ്ങളിലൊക്കെ കാണാറുണ്ടോ, ബൈക്ക് തെന്നി മറിഞ്ഞ് അപകടം ഉണ്ടായി, ആൾ മരണപ്പെട്ടു. ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതുപോലെ വണ്ടി കൊണ്ട് പോകുമ്പോൾ നമ്മുടെ വണ്ടിയുടെ അടുത്ത് നിന്ന് പടക്കം പൊട്ടി. ഓട്ടോറിക്ഷ ആയതുകൊണ്ട് ഒന്നും പറ്റിയില്ല. അത് നേരെ സമയം ഒരു ബൈക്കാണെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവിച്ചാണ്. അപ്പോൾ ഈ ബന്ധപ്പെട്ട അധികാരികൾ എന്തെങ്കിലും അപകടം വരുമ്പോൾ മാത്രമേ കണ്ണ് തുറക്കാറുള്ളൂ. എന്നിട്ട് അതിനെതിരെ നിയമ നടപടികളൊക്കെ ഇത് മുൻകൂട്ടി കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇത് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ റണ്ണിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൻ്റെ അടുത്ത് പടക്കം പൊട്ടിച്ച് ശ്രദ്ധ മാറിപ്പോയി അപകടങ്ങൾ എന്താ പറയുക സംഭവിക്കാതിരിക്കാനും ഒരു ജീവൻ റോട്ടിൽ പൊഴിയാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെരുന്നാളും പള്ളിപ്പെരുന്നാളും സീസണാണ്. അപ്പോൾ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കുക. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ആരംഭം കൊണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ബെൽ ബട്ടൺ മതി, ഷെയർ ചെയ്തോളൂ, എല്ലാ സംഭവം ചെയ്തോളൂ കേട്ടോ. പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.